എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ ചെടിയെ പരിചയപ്പെട്ടാലോ? അത്തരത്തിലുള്ളൊരു ക്രീപ്പർ പ്ലാന്റാണ് ഇന്നത്തെ ഗിവ് അവേ വിജയെ കാത്തിരിക്കുന്നത്. കൂടെ കഴിഞ്ഞ ആഴ്ചയിലെ വിജയി ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ് ഇപ്പോൾ എല്ലാവർക്കും തന്നെ സുപരിചിതമായ ഒരു പ്ലാന്റ് ആണല്ലേ. എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കളായിരിക്കും. ഇതുപോലെ കുലകുലയായിട്ട് നിറഞ്ഞ പൂക്കളാണ് ഉണ്ടാവുന്നത്. ഈ പ്ലാന്റിൻ്റെ പൂക്കൾ മാത്രമല്ല, ലീഫും നല്ല ഭംഗിയുള്ള ലീഫുകളാണ്. തിളക്കമാർന്ന ഒരു വാക്സ് ടൈപ്പ് ലീഫാണ് ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റിനുള്ളത്. സാധാരണ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നല്ല ഡയറക്റ്റ് സൺലൈറ്റിലാണ് കൂടുതൽ പൂത്തു നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു പ്ലാന്റ് അല്പം ഷെയ്ഡിലായാൽ പോലും നന്നായിട്ട് പൂക്കളുണ്ടാകും. മാത്രമല്ല, നമുക്കൊരു പോട്ടിലായാലും ഒരു സ്റ്റിക്കൊക്കെ കൊടുത്ത് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ്. ഒരുപാട് അങ്ങ് പടർന്ന് കയറുന്ന ഒരു പ്ലാന്റ് അല്ല, ചെറിയൊരു സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡ്. കണിക്കൊന്ന പൂക്കളുടെയൊക്കെ അതേ അഴകുള്ളൊരു വള്ളിച്ചെടിയാണ് ഗോൾഡൻ കാസ്കേഡ്. അതുപോലെയാണ് പൂക്കൾ, ഗോൾഡൻ ഷവർ പോലെയൊക്കെയാണ് ഇതിൻ്റെ പൂക്കളും തൂങ്ങിക്കിടക്കുന്നത്. ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ എന്നും പൂക്കാലമായിരിക്കും, എന്നും വസന്തമായിരിക്കും. അതിന് നല്ല മഴക്കാലത്താണെങ്കിലും നല്ല വേനൽക്കാലത്താണെങ്കിലും ഒരുപോലെ ഇതിലെന്നും പൂക്കളാണ്. മാത്രമല്ല, ഒരു പൂങ്കൽ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരുപാട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകുന്നൊന്നുമില്ല, കുറേ ദിവസങ്ങളോളം ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു സെപ്പറേറ്റ് സ്റ്റാൻഡ് വേണമെന്നില്ല. നമ്മൾ ബാൽക്കണിയിൽ നിന്നോ അതുപോലെ ടെറസിൽ നിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു അസാധാരണമായ മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് ശരിക്കും അതിൻ്റെ തളിരിലകളാണ്. അതിൻ്റെ ഉള്ളിൽ കണ്ട ആ ഒരു വെളുത്ത നിറത്തിൽ കാണുന്നതാണ് പൂക്കൾ. ആ പൂക്കൾ പെട്ടെന്ന് കൊഴിയും. എന്നാൽ ഈ തളിരിലകൾ 2 മാസത്തോളം ഇങ്ങനെ മഞ്ഞ നിറത്തിൽ തന്നെ നിലനിന്ന് അതിനുശേഷം പച്ചയായി മാറും. ആ പച്ചയായി മാറുമ്പോഴേക്കും അടുത്ത തളിരിലകൾ വന്നു തുടങ്ങും. അപ്പോൾ എല്ലാ സമയങ്ങളിലും 365 ദിവസവും ഇതുപോലെ തന്നെ ഇങ്ങനെ തൂങ്ങി മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണും. ചില പ്ലാന്റ്സുകളൊക്കെ, ചില ക്രീപ്പിംഗ് പ്ലാന്റ്സും ഫ്ലവറിംഗ് പ്ലാന്റ്സും എല്ലാം കുറച്ച് മെച്ചുറായ ശേഷമാണ് പൂക്കൾ ഉണ്ടാകുന്നത്. എന്നാൽ ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ് അങ്ങനെയല്ല. ഒരു വർഷമൊന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മൾ പ്ലാന്റ് നട്ട് ഒരു 2-3 മാസം ആകുമ്പോഴേക്കും തന്നെ ഇതിൽ പൂക്കളായി തുടങ്ങുന്നുണ്ട്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കുന്നത്. എന്നാൽ കട്ടിങ്സ് പെട്ടെന്നൊന്നും പിടിച്ച് കിട്ടുന്നില്ല. നമ്മൾ ചേമ്പറിൽ ഒരു 45 ദിവസമൊക്കെ കട്ടിങ്സ് ഇട്ട ശേഷം പുറത്തേക്ക് ഇറക്കി നല്ല വെൽ റൂട്ടഡായ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇന്നത്തെ ഗിവ് അവേയിലും ഈ ഒരു പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തിയായ ക്രീപ്പായി തുടങ്ങിയ പ്ലാന്റ്സാണ് വിജയിയെ കാത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ വിജയി ആരാണെന്ന് നോക്കാം. ഇതാണ് കഴിഞ്ഞ ആഴ്ചയിലെ വിജയി. ഞാനൊരു സ്റ്റുഡൻ്റ് ആണെന്നാണ് പറഞ്ഞത്. ഈ വിജയി നമുക്ക് വാട്സപ്പിൽ അവരുടെ അഡ്രസ്സ്, ഫുൾ അഡ്രസ്സ് അയച്ചു തരേണ്ടതാണ്. ഇനി ഇന്നത്തെ ഗിവ് അവേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ലഭിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിനെ കുറിച്ച് മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടെ 3 ഫ്രണ്ട്സിൻ്റെ നെയിം മെൻഷൻ ചെയ്തിടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ കമൻറ്റ് മാത്രം രേഖപ്പെടുത്തിയാൽ പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ ആരുടെയെങ്കിലും ഒരു 3 ആളുടെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്ത് ഇടുകയും ചെയ്യണം കേട്ടോ. അടുത്ത സൺഡേ ആണ് അടുത്ത ഗിവ് അവേയും. അതിൻ്റെ കൂടെ തന്നെ ഈ ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ്സ് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വിജയെയും നമ്മൾ പ്രഖ്യാപിക്കുന്നത്. കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഗാർഡനിങ്.